ഗൈസ്, നമുക്കിന്ന് പൊതിച്ചോറിനകത്ത് വെക്കുന്ന ചമ്മന്തി ഇല്ലേ, പണ്ടൊക്കെ അമ്മിക്കല്ലിലായിരുന്നു ഇത് അരച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അമ്മിക്കല്ല് എൻ്റെ വീട്ടിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിക്കകത്ത് അരയ്ക്കുവാണ്. അപ്പോൾ ആ ചമ്മന്തി ഇന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിനാവശ്യമായിട്ടുള്ളത് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത കൊച്ചുള്ളി വേണം, പിന്നെ ഇഞ്ചി വേണം, ഉപ്പ് വേണം, പിന്നെ ഈ മുളക് പൊടിയും ചേർക്കണം. നമുക്ക് അങ്ങനെ തുടങ്ങിയാലോ. അങ്ങനെ ഞാൻ കൊച്ചുള്ളി ഇഞ്ചി ആഡ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാമേ. ഉപ്പ് ചേർത്തു. ഇനി മുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ മുളക് പൊടി ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മുളക് വേണമെങ്കിൽ, പച്ചമുളകല്ല, അല്ലാത്ത കടയിൽ നിന്ന് മേടിക്കുന്ന വറ്റൽമുളകില്ലേ, ആ മുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എനിക്ക് മുളക് പൊടി ഇടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട്. അപ്പം നമുക്കിനി തയ്യാറാക്കാം. നമുക്ക് മിക്സിയിൽ വെച്ച് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കാതെ അരയ്ക്കണം കേട്ടോ. തുറന്നു നോക്കി അതൊന്ന് സ്പൂൺ വെച്ച് അത് ആക്കി കൊടുക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടിവശം എല്ലാം അരയും, മേൽവശം അരയത്തില്ല. അങ്ങനെ നമ്മൾ ചമ്മന്തി അരച്ച് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ.